ഹായ് ഹായ് ഹായ്. അപ്പോൾ നാളെ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ടുള്ള മാത്സിൻ്റെ എക്സാമാണ്. ഈ മാത്സിൻ്റെ എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും മാഷ് നിങ്ങൾക്ക് പറഞ്ഞാലോ. അപ്പോൾ നാളത്തെ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ, നാളത്തെ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ തുറന്നു നോക്കുമ്പോൾ അതിൽ നിങ്ങൾ കാണുന്ന ചോദ്യങ്ങൾ മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. കാരണം നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ആദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യമാണ് ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദർ. അതായത് ഒരു നമ്പർ തരും, എന്നിട്ട് ആ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കും. ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് ഉപയോഗിച്ചിട്ട് ആ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ആ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാൻ, അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങൾ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇതെന്താന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നും സിമ്പിളായിട്ട് ഉള്ള ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലൈവിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ മാഷ് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് ആരും മിസ്സാക്കാതിരിക്കുക. അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു നമ്പർ തന്നിട്ട് ആ നമ്പറിൻ്റെ എല്ലാ ഘടകങ്ങളും അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ ആ ഫാക്ടേഴ്സ് ഒക്കെ എടുത്ത് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം അല്ലേ. അപ്പോൾ ആ ചോദ്യവും നാളത്തെ എക്സാമിനുണ്ട്. പഠിച്ചിട്ട് എക്സാമിന് പോകാവോ, എഴുതി വെച്ചോ. നാളത്തെ എക്സാമിൻ്റെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം ഉണ്ട്. അതുപോലെ അടുത്തത് ദശാംശം, ഡെസിമൽ. ഈ ദശാംശത്തിന്റെ 2 ചാപ്റ്ററുകളാണ് നമുക്കുള്ളത് അല്ലേ. ഈ ഡെസിമൽ ഉപയോഗിച്ചിട്ട് ഡെസിമൽ നമ്പേഴ്സ് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഇങ്ങനെ തുടങ്ങിയ പല ചോദ്യങ്ങളും നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. മെയിനായിട്ട് ഡെസിമൽ നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ ഡെസിമൽ ആക്കാനും ഡെസിമൽ തന്നിട്ട് ഒരു ഫ്രാക്ഷൻ ആക്കാനുള്ള ചോദ്യം നാളത്തെ എക്സാം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഒരു നമ്പർ തരും, എന്നിട്ട് അതിൻ്റെ ഫ്രാക്ഷനുള്ള രൂപവും ഡെസിമലുള്ള രൂപവും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ തന്നെ നിങ്ങൾക്ക് നാളത്തെ ചോദ്യ പേപ്പറിൽ കാണാൻ വേണ്ടി കഴിയും. സാധാരണ വരുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും അങ്ങനെ പഠിച്ചിട്ട് പോകണം. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ഫ്രാക്ഷനിലുള്ള രൂപം എഴുതാനും അതിൻ്റെ ഡെസിമലുള്ള രൂപം എഴുതാനും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. പിന്നെ അതുപോലെ വ്യാപ്തം, വോളിയം എന്നുള്ള ചാപ്റ്ററിന് കുറേ ചോദ്യങ്ങൾ വരും. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ ഒരു ചോദ്യം വെച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചാൽ മതി. അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ എക്സാമിന് വോളിയം, വ്യാപ്തം എന്നുള്ള പാഠത്തിൽ നിന്ന് 2 ആക്ടിവിറ്റി ആയിരിക്കും ചോദിക്കുക. ഈ 2 ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ എക്സാമിന് വരുന്ന പാഠമാണ് വോളിയം എന്നുള്ള പാഠത്തിനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യം ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് വരുന്ന വോളിയം എന്നുള്ള പാഠത്തിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ്. ഇതിൽ നമ്പറുകളൊക്കെ മാറിയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ പലരും വിട്ടിട്ടുള്ള, അത് ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചാപ്റ്ററാണ്, അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചാപ്റ്ററാണ് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ. പക്ഷേ ഇത് ഉപയോഗിച്ചുള്ള കുറേ ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. മിനിമം ഒരു ആക്ടിവിറ്റിയിൽ അധികമെങ്കിലും നാളത്തെ എക്സാമിന് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ അവിടെയും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇതും നാളത്തെ എക്സാമിനുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നിങ്ങൾ നാളത്തെ എക്സാമിന് പോകേണ്ടത്. പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യാം, ഇത് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ മാഷ് പറഞ്ഞിട്ടുണ്ട്. ആ ലൈവ് കൃത്യമായിട്ട് കാണുക. അതിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം എങ്ങനെ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അത് സിമ്പിളായിട്ടുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട്. മാത്സ് തീരെ അറിയില്ലെങ്കിലും ചെയ്യാൻ ടഫ് ആണെങ്കിലും ഒക്കെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മാഷിൻ്റെ ലൈവിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ലൈവിൽ സെറ്റാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ കാണാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് നോക്കി പഠിക്കാനും ചെയ്ത് പഠിക്കാനും ഒരുപാട് സഹായകമായിട്ടുള്ള, നിങ്ങൾ പഠനത്തിൽ ഒരുപാട് കൊണ്ടുവരുന്ന നോട്ടുകളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എജുബോട്ട് അയച്ചു തരുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലായിട്ട് ജോയിൻ ഫോർ നോട്ട്സ് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ലൈവിൽ കാണാം. ബൈ ബൈ.